നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് കുറുക്കം വലി, എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ, എപ്പോഴാണ് നിങ്ങൾ അതിനെ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത്, ഏത് ഡോക്ടറെ കാണിക്കേണ്ടത്, എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യമാണ് ഏത് ഡോക്ടറെ കാണിക്കേണ്ടത്, പിന്നെ അത് കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരാം, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഈ ഒരു ഗൗരവമായിട്ടൊരു കാര്യം നിങ്ങൾ കുറുക്കം വലി നമ്മൾ തമാശയായിട്ട് എടുക്കെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. ഇതിലൊരു ലോകലക്ഷണമുണ്ട്, അതായത് ഉറക്കത്തിൽ നമ്മൾ ഉണർന്നു പോകും, ഉറക്കത്തിന് പെട്ടെന്ന് ഉണർന്നു പോവുക, ശ്വാസം കിട്ടാതെ വരിക, അതൊരു ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട്, പകൽ ഉറക്കം തൂങ്ങുക, അത് ഡ്രൈവിങ്ങിലായിക്കോട്ടെ അത് വായിക്കുമ്പോൾ ആയിക്കോട്ടെ, പെട്ടെന്ന് ഉറക്കം തൂങ്ങി നിങ്ങൾക്ക് തന്നെ ആപത്കരമാവുന്നുള്ള ഒരു സിറ്റുവേഷനാണ് ഈ കുറുക്കം വലി. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുത്തത്. നമുക്ക് ആ ടോപ്പിക്കിലേക്ക് പോവാം. കുറുക്കം വലി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു തമാശയാണ് അല്ലേ? അപ്പോൾ അതൊരു രോഗാവസ്ഥയാണോ, അതിപ്പോൾ എന്താ കുഴപ്പം അല്ലേ? പലർക്കും പല ചോദ്യങ്ങളാണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ അറിയോ, കൂർക്കം വലി കൊണ്ട് കൂർക്കം വലിക്കുന്ന ആൾക്കാരെ കാട്ടി കൂർക്കം വലി അവരെ കൂടെ ഇരിക്കുന്ന ആൾക്കാർക്കാണ് ഇതിൻ്റെ ഏറെ ബുദ്ധിമുട്ട് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കൂർക്കം വലി. കൂർക്കം വലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ശബ്ദം, നമ്മൾ ഉറങ്ങുമ്പോൾ ശബ്ദം ഉണ്ടാവുന്നു അല്ലേ? ഉറങ്ങുമ്പോൾ വല്ലാതെ ശബ്ദം ഉണ്ടാകുന്ന, നോർമലി സൈലൻ്റ് ആയിട്ട് ഉറങ്ങേണ്ട സമയത്ത് ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് ഉറങ്ങുന്നത്, അതിനെയാണ് നമ്മൾ കുറുക്കം വലി എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ കുറുക്കം വലി ഉണ്ടാവുന്നത്? കുറുക്കം വലി നമ്മൾ പ്രൈമറി സ്നോറിംഗ് എന്ന് പറയും. അത് വലിയ കുഴപ്പമൊന്നുമില്ല, ഈ ശബ്ദം മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ എന്താണ് ബ്ലഡിൽ ഓക്സിജൻ ലെവലോ കാർബൺ ഡൈ ഓക്സൈഡ് ലെവലിലോ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തൊരു കണ്ടീഷനാണ് പ്രൈമറി സ്നോറിംഗ്. പക്ഷേ ഒബ്സ്ട്രക്റ്റഡ് സ്ലീപ്പ് അപ്നിയ, അതാണ് നമ്മളെ രോഗാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ വാക്കിൽ വെച്ചിട്ട് നമുക്ക് നോക്കാം, ഒബ്സ്ട്രക്റ്റഡ് ആണ്. ഒബ്സ്ട്രക്റ്റഡ് എന്ന് പറഞ്ഞാൽ തടസ്സം. അപ്പോൾ ഈ മൂക്കിൽ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ തടസ്സമുണ്ട്. എവിടെയാണ് തടസ്സം, എങ്ങനെയാണ് ഈ തടസ്സം, എന്തുകൊണ്ട് തടസ്സം ഉള്ളതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ തടസ്സം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കുട്ടികളിലുണ്ട് വലിയ ആൾക്കാരിലുണ്ട്. അപ്പോൾ രണ്ട് തരത്തിൽ നമ്മൾ ഈ കുറുക്കം വലിനെ എടുക്കാം. അപ്പോൾ കുറുക്കം വലി കുട്ടികളിൽ കൂടുതൽ ഉണ്ടാവുന്നത് അഡിനോയിഡ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ദശ ഉണ്ടാവുമ്പോൾ അത് തടയുന്നത് കൊണ്ട് കുട്ടികളിൽ കൂർക്കം വലി കൂടുതലുണ്ടാവും. അഡിനോയിഡ് ആണ് പ്രധാന കാരണം. അപ്പം കുട്ടികളിൽ കൂർക്കം വലി ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കുട്ടികളെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്, എന്തായാലും കൃത്യമായി ഡോക്ടറെ കാണിക്കണം. അപ്പം വലിയ ആൾക്കാരിൽ ഇപ്പം ഇതേപോലെ തന്നെ മൂക്കിൽ ഇതുള്ളത് കൊണ്ട് ഉണ്ടാവാം, ഉള്ളിൽ വായിൻ്റെ പുറകിൽ, അത് ചെറുനാവിൻ്റെ ആ ഭാഗത്ത് ആ മസിൽസ് വീക്ക് ആയതുകൊണ്ടാവാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ശ്വാസം പോകണമെങ്കിൽ ആ ട്യൂബ് അതിൻ്റെ ആ ഒരു വിസ്താരം കറക്റ്റ് ആയിരിക്കണം. പക്ഷേ ഈ സ്നോറിങ്ങിൻ്റെ സമയം ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ശരിക്കും ഇങ്ങനെ വിസ്തരിച്ച് നിൽക്കേണ്ട ആ ട്യൂബ് ഉള്ളിലേക്ക് പോവാണ്, മസിൽസ് ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ കൊളാപ്സ് വരും, അങ്ങനെയാണ് അവിടെ ഒബ്സ്ട്രക്ഷൻ വരുന്നത്. അപ്പോൾ അത് ഏത് സ്പോട്ടിലേക്ക്, പല സ്ഥലത്ത് ഒബ്സ്ട്രക്ഷൻസ് വരാം. അതായത് ആ ചെറുനാവിൻ്റെ ബാക്കിൽ ആ സ്ഥലത്തായിട്ട് വരാം. ഈ നമ്മുടെ നാക്കിൻ്റെ പുറകുവശം ഫാറിങ്സിൻ്റെ ആ ഭാഗമായിട്ട് വരാം, താഴേക്ക് ലാറിങ്സിൻ്റെ ഭാഗത്തേക്ക് വരാം. അപ്പോൾ ഇത് ഏത് പോയിന്റിലും ഈ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവാം. അപ്പോൾ ഈ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓക്സിജൻ കുറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡ് കൂടി അല്ലേ? ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിനിന് അത് സ്റ്റിമുലേഷൻ പോകും, ബ്രെയിൻ അത് ഉണർത്തും, ഇങ്ങനെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ശരീരത്തിൽ കൂടി വരുന്നുണ്ടെന്ന്. അപ്പം എന്തായി, ബ്രെയിൻ നമ്മളെ ഉണർത്തും. എന്തിനാ? നമുക്ക് ശ്വാസം കിട്ടാൻ. അങ്ങനെ ഒബ്സ്ട്രക്റ്റഡ് സ്ലീപ്പ് അപ്നിയ ഉള്ള ആൾക്കാരിൽ രാത്രി ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണരും, എന്നിട്ട് നന്നായിട്ട് ശ്വാസം വലിക്കും, ശ്വാസം കിട്ടാത്ത പോലെ തോന്നും. ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണം. അപ്പം ഇങ്ങനെ ഉണ്ടാവുമ്പോൾ എന്തായാലും നിങ്ങളെ ഡോക്ടറെ കാണിക്കണം. വേറെ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ അത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ നൈറ്റ് സിംറ്റം, ഡേ സിംറ്റംസ് അങ്ങനെ തന്നെ കരുതാം. നൈറ്റിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, അപ്പം ശരിക്കും ഒരു ഉറക്കം കിട്ടില്ല. അതേപോലെ രാത്രി ഉറക്കത്തിൽ നിന്ന് ഉണരും, ശ്വാസം കിട്ടില്ല. പിന്നെ വായ എപ്പോഴും അത് വെള്ളം വറ്റിക്കൊണ്ടിരിക്കും, ഡ്രൈ മൗത്ത് ആയിരിക്കും. പിന്നെ ചില ആൾക്കാരിൽ ഈ പല്ലുകടി അതൊക്കെ കാണാം. ഇതൊക്കെ നൈറ്റ് സിംറ്റംസ് ആണ്. ഡേ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പകൽ ഉറക്കം തൂങ്ങുക, ഇതാണ് ഏറ്റവും വലിയ സിംറ്റംസ്. ഉറക്കം തൂങ്ങുന്നത് വെറുതെ അല്ല, നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുമ്പം അല്ലെങ്കിൽ കാര്യം ചിലപ്പോൾ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ അറിയാതെ ആൾക്കാർ ഉറങ്ങിപ്പോകും. അപ്പോൾ എക്സസീവ് ഡേ ടൈം, അതായത് നല്ല ഉറക്കം, പകൽ ഉറക്കം തൂങ്ങുക ഇതിനൊരു പ്രധാന ലക്ഷണമാണ്. പിന്നെ അതേപോലെ കോൺസെൻട്രേഷൻ കുറയുക, നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് അധികം ശ്രദ്ധ ചെലുത്താൻ പറ്റാതിരിക്കുക, മൂഡ് പ്രോബ്ലംസ്, ഡിപ്രഷൻ അല്ലെങ്കിൽ അതുപോലെ ഇൻസ്റ്റബിലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ക്ഷീണം, ഞാൻ പറഞ്ഞ ഓക്സിജൻ കുറയുമ്പോൾ നമുക്ക്
ഒരു ഊർജം കിട്ടത്തില്ല, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ക്ഷീണം ഉണ്ടാവും. അപ്പം ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൂർക്കം വലി ഒരു രോഗാവസ്ഥയല്ലേ? അപ്പോൾ അത് ഡോക്ടറെ കാണിക്കേണ്ടതല്ലേ? അപ്പോൾ ഒരു ഡോക്ടറെ കാണിക്കണം. ഇനി ഡോക്ടറെ കാണിച്ചാൽ ഡോക്ടർ എന്ത് പറയും, അല്ലെങ്കിൽ എന്താണ് പറയുക, അത് നമ്മളത് ചെയ്യേണ്ടതുണ്ടോ, ഇതൊക്കെയല്ലേ അടുത്ത ചോദ്യം. ഇനി ഡോക്ടറെ കാണിച്ചാൽ ഡോക്ടർ ആദ്യം പറയാം ഇനി ആരെ കാണിക്കണം, അതൊരു കാര്യമാണ്. കുറുക്കം വലി ഞങ്ങൾ ഏത് ഡോക്ടറെ കാണിക്കുക? നമ്മൾ 2 ഡിപ്പാർട്ട്മെൻറ്റാണ് പറയുക, പൾമനോളജിനെയും കാണിക്കാം, ENT കാണിക്കാം. അപ്പോൾ കുട്ടികളിലെ കുറുക്കം വലി കൂടുതലും ENT ആണെങ്കിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ 2 ഡിപ്പാർട്ട്മെൻറ്റിലേ നിങ്ങൾക്ക് കാണിക്കാം. പിന്നെ എന്താണ് ഡോക്ടർ ആദ്യം പറയാം? ഇതെല്ലാവരും പറയും സ്ലീപ്പ് സ്റ്റഡി ചെയ്യണം എന്ന് പറയും. അതാണ് ആദ്യം പറയാം കേട്ടോ. വലിയ ആൾക്കാരിലെ, കുട്ടികളുടെ കാര്യമല്ല, വലിയ ആൾക്കാരിലെ സ്ലീപ്പ് സ്റ്റഡി. എന്താണ് സ്ലീപ്പ് സ്റ്റഡി? അത് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു മിനിമം മനസ്സിലാക്കാനുള്ള, ഓക്സിജൻ്റെ അളവ് കുറയും, കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടും, ഇതല്ലേ? ഈ അളവുകോലുകൾ, വേറെ കുറേ അളവുകളുണ്ട്, അപ്നിയ, ഹൈപ്പോപ്നിയ ഇൻഡെക്സ് എന്നൊക്കെ പറയും. അതെന്ന് വെച്ചാൽ എത്ര പ്രാവശ്യം നിങ്ങൾ ഉറക്കത്തുനിന്ന് ഉണരുന്നു, അതിനൊക്കെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇതൊക്കെ അറിയണമെങ്കിൽ ഉറക്കത്തിൽ നിങ്ങൾ ഉണ്ടാവുമ്പോഴുള്ള സ്റ്റഡീസ് ചെയ്താലേ പറ്റുള്ളൂ. പകലത് ഉണ്ടാവില്ല. അപ്പോൾ ഉറക്കത്തിൽ എന്താണ് നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന, അതിൻ്റെ ECG ഉണ്ടാവും, EEG ഉണ്ടാവും, അങ്ങനെ പല കുറേ പാരാമീറ്റേഴ്സ് ഉണ്ടാവും. അത് വെച്ചിട്ടൊരു ഗ്രാഫ് കിട്ടുന്നതാണ് പോളിസോംനോഗ്രഫി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റഡിയാണ് ഈ സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്നത്. അത് പലതരത്തിലുണ്ട് കേട്ടോ. വീട്ടിൽ വന്ന് ചെയ്യും, ഹോം സ്റ്റഡി ഉണ്ട്. പിന്നെ ഹോം സ്റ്റഡിയിൽ ലിമിറ്റേഷൻസ് ഉണ്ട്, കുറച്ചേ കിട്ടത്തുള്ളൂ. പിന്നെ സ്ലീപ്പ് ലാബ്സ് ഉണ്ട്, അത് ഹോസ്പിറ്റൽ സ്ലീപ്പ് ലാബ്സ് ഉണ്ട്, അവിടെയും പോയിട്ട് ഇതേപോലെ സ്ലീപ്പ് സ്റ്റഡി ചെയ്യാം. ഇത് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് നമ്മൾ, അതായത് സ്ലീപ്പ് എൻഡോസ്കോപ്പി എന്ന് പറയും. അതായത് ഉറങ്ങുന്ന സമയത്ത് എൻഡോസ്കോപ്പി ചെയ്യാം. എന്തിനാ അത് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഒബ്സ്ട്രക്റ്റഡ് സ്ലീപ്പ് അപ്നിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഒബ്സ്ട്രക്ഷൻ എന്നറിയണ്ടേ? പകല് നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. ഉറക്കത്തിലാണ് ഞാൻ പറഞ്ഞ കൊളാപ്സും നാക്ക് പുറകോട്ട് വീഴലും ഇതൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് എൻഡോസ്കോപ്പി ചെയ്ത് ഏത് ഭാഗത്താണ് അതിൻ്റെ ആ ഒരു ഒബ്സ്ട്രക്ഷൻ എന്ന് നമ്മൾ കണ്ടെത്താനാണ് സ്ലീപ്പ് എൻഡോസ്കോപ്പി ചെയ്യുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും മസ്റ്റാണ്. ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ, ഇത് ട്രീറ്റ്മെൻ്റ് അല്ല അതൊന്നും, ഇത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അറിയാനാണ്. ചില കേസിന് എന്താണ് ട്രീറ്റ്മെൻറ്റുകൾ ഉള്ളത്? ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് CPAP ആണ്. അതായത് പോസിറ്റീവ് പ്രഷർ. ഇപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുഴഞ്ഞ് വീണ് പോകുന്നതാണല്ലോ ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് പ്രഷർ കൊടുക്കും, സോ ദാറ്റ് അത് ഈ ല്യൂമൻ അതേപോലെ, ആ സ്പേസ് അതേപോലെ നിൽക്കാൻ വേണ്ടിയിട്ടൊരു പോസിറ്റീവ് പ്രഷർ കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ ശ്വാസം നമുക്ക് ശരിക്കും കിട്ടും. അത് സ്ലീപ്പ് സ്റ്റഡി ചെയ്യുമ്പോൾ തന്നെ CPAP ട്രയൽസ് ഒക്കെ ചെയ്യും. അതൊന്ന്. ചില കേസസിൽ ഈ CPAP വെക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാ വെച്ചാൽ ഈ മൂക്കടപ്പും മൂക്കിൻ്റെ പാലം വളവും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അപ്പോൾ നിങ്ങൾ ആദ്യം സർജറി ചിലപ്പം ചെയ്യേണ്ടി വരും. മൂക്കടപ്പൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഈ മാസ്ക് വെച്ചിട്ട് ചിലപ്പം കാര്യം ഉണ്ടാവുള്ളൂ. ഇനി ചിലവർക്ക് ഈ മാസ്ക് വെച്ച് കിടന്നുറങ്ങാൻ പ്രയാസം ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഇൻടോളറൻസ് ആയിരിക്കും, ഇത് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കേസസിൽ നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് പല തരത്തിലാണ്. അതിനാണ് നമ്മൾ സ്ലീപ്പ് എൻഡോസ്കോപ്പി ആദ്യം ചെയ്യുന്നത് കേട്ടോ. എവിടെയാണ് ആ ഒബ്സ്ട്രക്ഷൻ എന്ന് ആദ്യം കണ്ടെത്തണം. അപ്പോൾ മൂക്കിൻ്റെ അവിടെയാണോ, മൂക്കിൻ്റെ പുറകിലാണോ, ഈ മറ്റേ ചെറുനാവിൻ്റെ പുറകിലാണോ, ടോൺസിലിൻ്റെ പ്രശ്നമാണോ, ആ പില്ലേഴ്സിൻ്റെ അവിടെയാണോ, അല്ലെങ്കിൽ നാവിൻ്റെ പുറകിലാണോ, ഫാരൻസിലാണോ, ലാറിങ്സിലാണോ, എവിടെയാണ് എന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ തക്കതായുള്ള ശസ്ത്രക്രിയകളുണ്ട്. അപ്പോൾ അത് ചില കേസസിൽ പാലറ്റ് മാത്രമാണ് ഇംപ്ലാന്റ് വെക്കുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ അടക്കം ഒരുപാട് സർജറീസ് അതിനുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമേ ഒരു കുറുക്കം വലി ഉണ്ടെങ്കിൽ കൃത്യമായി ഡോക്ടറെ കാണിക്കുക. രോഗാവസ്ഥയിലേക്ക് പോവാതിരിക്കുക. എന്താ രോഗാവസ്ഥയിൽ പോയാൽ ഹാർട്ടിൻ്റെ പ്രശ്നം ഉണ്ടാവും, ബ്രെയിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിൽ ഉണ്ട്. പിന്നെ കുട്ടികളിൽ ഞാൻ നേരത്തെ പറഞ്ഞു അഡിനോയിഡ് ഒരു പ്രധാന കാരണമാണ്. അത് ENT ഡോക്ടറെ കാണിക്കണം. അതിന് ദശ വല്ലാതെ കൂടുതലാണെങ്കിൽ അതും ഇതേപോലെ തന്നെയാണ്. കുറുക്കം വലി നന്നായിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഈ കോൺസെൻട്രേഷൻ കുറവായിരിക്കും, മെമ്മറി കുറയും, അവർക്ക് കേൾവി കുറയും. അതിൻ്റെ കൂടെ ഈ കേൾവിക്കുറവും കൂടി ഉണ്ടാവും അഡിനോയിഡിൻ്റെ കൂടെ. ഈ പാടക്കുള്ളിൽ നീര് വന്നിട്ട് അപ്പം കുട്ടികളുടെ ശ്രദ്ധയില്ലായ്മ, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതേപോലെ രാത്രി കൂർക്കം വലിക്കുക, അവർ ഉറക്കം ശരിയാവാതിരിക്കുക, ഇതൊക്കെ അതിനൊരു ലക്ഷണം. ഇപ്പോൾ ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവും, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു കുട്ടികളുടെ മൂക്കടപ്പോ കൂർക്കം വലിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അഡിനോയിഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊരു ENT ഡോക്ടറെ കാണിച്ച് അത് തീരുമാനമാക്കി സർജറി ചെയ്യണമെങ്കിൽ സർജറി ചെയ്യണം. എല്ലാത്തിനും സർജറി വേണം എന്നില്ല, മെഡിസിൻ ചെയ്യാം. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞത്. എന്താണ് കൂർക്കം വലി, നമ്മൾ എന്തിനാണ് എപ്പോഴാണ് കൂർക്കം വലി നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടത്, രണ്ടാമത്തത് എന്ത് ഇൻവെസ്റ്റിഗേഷനാണ്, നമ്മൾ സ്ലീപ്പ് സ്റ്റഡി ഉണ്ട്, എൻഡോസ്കോപ്പി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് കൂടുതലും ചിലവർക്ക് CPAP മതിയാവും. CPAP മതിയാവാത്തവർക്ക് നമ്മൾ സർജറീസ് ഉണ്ട്. അത് എവിടെയാണ് ബ്ലോക്ക് എന്ന് മനസ്സിലാക്കിയോണ്ട്
പാലറ്റ് എല്ലാ ടോങ് എല്ലാത്തിലുള്ള സർജറീസ് ഉണ്ട്. അത് കോബ്ലേഷൻ പോലെ നൂതന ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. ഇപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് കുറുക്കം വലി, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണിക്കുക, CPAP ആണോ സർജറി ആണോ എന്നുള്ളത് അതിനനുസരിച്ച് നിങ്ങളുടേതനുസരിച്ച് അത് തീരുമാനിക്കുകയും ചെയ്യും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമസ്കാരം.